അതായത് നമ്മുടെ നാടും ലൈക്ക് നോർത്ത് ഇന്ത്യൻ സൈഡും തമ്മിൽ ഡിഫറൻസ് വെച്ച് ആദ്യം തുടങ്ങാം. അതായത് ഇപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഈ ഒരു ഐഡിയ ഫീഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ തമ്മിൽ വരുന്ന വ്യത്യാസം. അപ്പം ഒരു 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ഒക്കെ ആകുമ്പോൾ മുതൽ ഇങ്ങനെ ഒരു ഐഡിയ ഫീഡ് ചെയ്യും. ഞാൻ ഒരിക്കലും ഇന്ന ടാർഗറ്റ് വേണം, ഇന്ന സമയത്ത് ഇന്ന തീർക്കണം, അങ്ങനെ ഒന്നും കടും പിടുത്തം പിടിച്ചിരുന്ന ആളല്ല. അപ്പം അതുപോലെ തന്നെ ഇന്നത് കിട്ടിയാലേ അടങ്ങൂ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് ചിലത് കിട്ടിയില്ലെങ്കിലും എനിക്കത് വല്ല മെന്റലി വല്ലാണ്ട് അഫക്ട് ചെയ്തിട്ടില്ല. IIT ബോംബെ മെക്കാനിക്കലിനെ പറ്റി പറയുകയാണെങ്കിൽ അതിപ്പം എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പം അവിടുത്തെ മെക്കാനിക്കൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയും കേരളത്തിലെ ഒരു കോളേജിലെ മെക്കാനിക്കൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി തമ്മിൽ ഭയങ്കര അന്തരം ഉണ്ടാവും. നമ്മൾ കേട്ടറിവ് മാത്രമേ ഉള്ളൂ മുന്നേ ആക്ച്വലി. അതായത് IITs ഭയങ്കര ഇന്ത്യയിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. അത് ശരിക്കും നമ്മൾ ചെന്ന് കഴിയുമ്പോഴേ നമുക്കത് കറക്റ്റ് ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഇവിടെ പഠിക്കുന്ന ടൈമിൽ അത് വളരെ ലാഘവത്തോടെ എടുക്കുമായിരിക്കും. നമ്മൾ ഉഴപ്പും അത് ഇവര് ഉപദേശമല്ലേ വീണ്ടും വീണ്ടും പറയുന്നത് എന്ന രീതിക്ക് എടുക്കും. പക്ഷെ അവിടെ ചെന്ന് നമ്മളത് അനുഭവിക്കുമ്പോഴേ കറക്റ്റ് അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്ക് അറിയുള്ളൂ. എഞ്ചിനീയറിംഗ് മേഖലയിൽ അല്ലെങ്കിൽ ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന പല വ്യക്തികളും എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇത്ര വലിയ നിലയിലേക്ക് എത്തിയതിന് പിന്നിൽ IITകളുടെ പ്രാധാന്യം വലുതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സുന്ദർ പിച്ചയെ പോലെ, ഗൂഗിളിൻ്റെ CEO സുന്ദർ പിച്ചയെ പോലെയുള്ള വലിയ വലിയ ആളുകൾ പഠിക്കുന്ന ഇടമാണ് IITകൾ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മോടൊപ്പം IIT ബോംബെയിൽ അഡ്മിഷൻ കരസ്ഥമാക്കിയ 2024 ബെർലിനിൻ്റെ IIT ബാച്ചിൻ്റെ ഭാഗമായിരുന്ന ജിതേന്ദ്ര J. അമ്പാട്ട് എന്നാണ് ഈ മിടുക്കനായ വിദ്യാർത്ഥിയുടെ പേര്. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ജിതേന്ദ്ര ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ പഠിച്ചിരുന്ന കാലത്ത് ഒരു പക്ഷേ നിങ്ങളെപ്പോലെയൊക്കെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന ഒരാളല്ലായിരുന്നോ ജിതേന്ദ്ര, അല്ലേ? ഇപ്പോൾ IIT ബോംബെയിൽ എത്തി നിൽക്കുകയാണ്. വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമായ നിമിഷം തന്നെ പറയണം. ഒരുപാട് ഡ്രീം ചെയ്തിരുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട്, അല്ലേ? ഇപ്പം എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളോട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതായത് ഈ ഒരു ആഗ്രഹം ഉള്ളിൽ ജനിക്കുന്നത് മുതൽ ബെർലിനിലെത്തി അത് നേടിയെടുത്ത ജിതേന്ദ്രയെ കുറിച്ചൊന്ന് പറയാം. ഓക്കെ, അപ്പം തുടങ്ങുവാണെങ്കിൽ ആക്ച്വലി +1 അതായത് നമ്മുടെ നാടും ലൈക്ക് നോർത്ത് ഇന്ത്യൻ സൈഡും തമ്മിൽ ഡിഫറൻസ് വെച്ച് ആദ്യം തുടങ്ങാം. അതായത് ഇപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഈ ഒരു ഐഡിയ ഫീഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ തമ്മിൽ വരുന്ന വ്യത്യാസം. അപ്പം ഒരു 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ഒക്കെ ആകുമ്പോൾ മുതൽ ഇങ്ങനെ ഒരു ഐഡിയ ഫീഡ് ചെയ്യും. അപ്പം അന്ന് മുതലേ അവരെ ഈ ഒരു ഐഡിയ അവർക്ക് ഉണ്ട്, കുട്ടികളുടെ മനസ്സിലുണ്ടാവും. അത് പിന്നെ പതുക്കെ ചിലരൊക്കെ 8ാം ക്ലാസ് മുതലേ കോച്ചിങ്ങിന് പോയി തുടങ്ങുന്നവരുണ്ട്, +1 മുതലേ തുടങ്ങുന്നവരുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ അവയർനെസ് ഇച്ചിരി കുറവാണ്. ഓക്കെ, അപ്പം ഇതിന്റെ എത്രത്തോളം പ്രാധാന്യമുണ്ട്, IITകളുടെ പ്രാധാന്യം എത്രത്തോളം ആണെന്നുള്ളത് സമൂഹത്തിന് തിരിച്ചറിഞ്ഞ് വരുന്ന ഒരു കാലഘട്ടമാണ് മലയാളികളുടെ ഇടയിൽ. അപ്പം അതുപോലൊരു ആളായിരുന്നു ഞാനും. അതായത് ഞാൻ +1 അതായത് എൻ്റെ +1 +2 പറഞ്ഞ കാലത്താണ് ഇങ്ങനെ ഇതിനെപ്പറ്റി കേട്ട് വരുന്നത് ആക്ച്വലി. അപ്പൊ അവര് ഓൾറെഡി അവിടെ കോച്ചിങ് തുടങ്ങി കാണും. വലിയൊരു കോമ്പറ്റീഷൻ. അപ്പൊ ഞാൻ +1 സമയത്താണ് ഇങ്ങനെ അറിഞ്ഞു വരുന്നത്. പിന്നെ എനിക്ക് വേറെ കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല മുന്നേ. അപ്പം +1 +2 ഒരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്, സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. ട്യൂഷൻ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പം അതിനുശേഷം പിന്നെ ബെർലിനെ പറ്റി അറിഞ്ഞേ, പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ വന്നു. അപ്പം അന്നെന്ന് വെച്ചാൽ ഇവിടെ അന്ന് കൊണ്ടാക്കിയ ദിവസം അച്ഛനും അമ്മയും ഫാമിലി ആയിട്ട് കൊണ്ടാക്കിയ. അപ്പൊ അന്ന് അവർ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് പ്രതീക്ഷയുടെ അമിതമായൊന്നും ഞങ്ങൾക്കില്ല, മാക്സിമം പറ്റുന്ന പോലെ ട്രൈ ചെയ്താൽ മതി, അങ്ങനെ പറഞ്ഞു. അപ്പം അതായത് മോന്റെ ഒരു ഭാവി ഓർത്ത് വളരെ കരുതലുള്ള മാതാപിതാക്കളാണ് കേട്ടോ ജിതേന്ദ്രയുടെ. കാരണം അങ്ങനെ പറഞ്ഞത് വേറെ കൊണ്ടില്ല, നിന്നെ അത്ര പ്രഷർ ചെയ്യുന്നില്ല, ബട്ട് നിനക്കൊരു ലക്ഷ്യമുണ്ടെന്ന് അവർക്ക് കുറച്ച് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, നീ അത് നേടിയെടുക്കുന്നുള്ള വിശ്വാസം നന്നായിട്ടുണ്ടായിരുന്നവരായിരുന്നു അവർ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഫൈൻ. ജൂൺ 12 ഞാൻ ക്ലാസ് തുടങ്ങിയത്. പാലാ ഹൗസ് ഹോസ്റ്റലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ I2 ബാച്ചിൽ അരുൺ സാറ് ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. പിന്നെ ആകാശ് സാറും ആൽബിൻ സാറും വാർഡൻ സാറും ഉണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റർ ബാച്ചാണ്. അപ്പം അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ ആദ്യമേ പരാമർശിച്ചിരുന്നു ചോദ്യത്തിലെ, ഇപ്പൊ പോകുന്ന കുട്ടികളുടെ ഒരു സ്റ്റേജ് ഉണ്ട്, മീൻസ് ജെയ്മിൻ അല്ലെങ്കിൽ ജെ അഡ്വാൻസ് അടുത്താവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതേ ടെൻഷനിലൂടെ ഒക്കെ കടന്നു പോയിരുന്നു ജിതേന്ദ്ര. തീർച്ചയായിട്ടും പോയിട്ട്. അതായത് നമ്മൾ എന്തായാലും ഈ ടൈം ആകുമ്പം നമുക്ക് ടൈം കൺസേൺ ഉണ്ടല്ലോ. റിപ്പീറ്റേഴ്സ് ആകുമ്പം ഞാൻ റിപ്പീറ്റർ ബാച്ചായിരുന്നു. 5 months നമുക്ക് പോർഷൻ തീർക്കണം. നമുക്ക് ഒരു ഇയർ കഷ്ടേ ഉള്ളൂ. അപ്പോൾ 5 months നമുക്ക് പോർഷൻ തീർക്കണം. അതിനുശേഷം എക്സാംസ് വരും, റിവിഷൻസ് വരും. അപ്പം പ്രശ്നമുണ്ട്. അപ്പം നവംബർ ഡിസംബർ ആക്ച്വലി ഭയങ്കര ടൈറ്റ് ടൈമാണ്. ജനുവരിയിൽ മെയിൻസ് വരും. അപ്പം ഇപ്പം ഞാൻ ഹോസ്റ്റൽ വിസിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെയും പിള്ളേർക്ക് ഇത് തന്നെ പ്രശ്നം, എങ്ങനെ എന്ത് ചെയ്യും, കുറേ ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അപ്പം ആക്ച്വലി
ഇപ്പം എക്സാംസ് നടക്കുവാണല്ലോ, യൂണിറ്റ് വൈസ് എക്സാംസ് നടക്കുവാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്ലിൻഡിൽ. അപ്പോൾ കഴിഞ്ഞാൽ അത് തന്നെ ഞാൻ ഫോളോ ചെയ്തിരുന്നത്. അതായത് നവംബർ വരെ നമുക്ക് ക്ലാസ്, തിയറി ക്ലാസ് പോർഷൻ തീരും. പിന്നീട് വരുന്ന ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, റിവിഷൻ ചെയ്യാം. അങ്ങനെ തന്നെ പോയിരുന്നത്. പ്രഷർ തീർച്ചയായിട്ടും വരും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതും കൂടെ അറിയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞാൻ ഒരിക്കലും ഇന്ന ടാർഗറ്റ് വേണം, ഇന്ന സമയത്ത് ഇന്ന തീർക്കണം, അങ്ങനെ ഒന്നും കടും പിടുത്തം പിടിച്ചിരുന്ന ആളല്ല. അപ്പം അതുപോലെ തന്നെ ഇന്നത് കിട്ടിയാലേ അടങ്ങൂ, അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് ചിലത് കിട്ടിയില്ലെങ്കിലും എനിക്കത് വല്ല മെന്റലി വല്ലാണ്ട് അഫക്ട് ചെയ്തിട്ടില്ല. അപ്പം മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക, പറ്റാവുന്ന പോലെ ട്രൈ ചെയ്യുക, എന്നിട്ട് കിട്ടിയിൽ വെച്ച് ഹാപ്പി ആവുക. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. ഓക്കെ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാക്സിമം ട്രൈ ചെയ്തു. അതിന്റെ ഔട്ട്പുട്ട് വന്ന് എത്തിയിരിക്കുന്നത് IIT ബോംബെയിലാണ്. അപ്പം എന്തായാലും ഒരു IIT തന്നെ അഡ്മിഷൻ കിട്ടണമെന്നായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടി മാക്സിമം വർക്ക് ചെയ്തു. അതായത് പഠിത്തമല്ലാണ്ട് ആക്ച്വലി വേറെ ഒന്നും നമ്മൾ ഒരു കൊല്ലം ചെയ്തിട്ടില്ല. റിപ്പീറ്റർ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടു, അതിനുള്ള ബലം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ IIT ബോംബെയിലെത്തി. നിരവധി വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ മനസ്സിൽ ലക്ഷ്യമുണ്ട്. ഓരോ പരീക്ഷ എഴുതുമ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ ഏറ്റവും ആദ്യം അവർ പരിഗണിക്കുന്ന ഒരു സ്ഥലമാണ് IIT ബോംബെ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, IIT ബോംബെയിൽ എത്തിയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? IIT ബോംബെ എന്ന് പറയുമ്പം നമ്മൾ ആക്ച്വലി ഒരു ഇവിടെ എന്ന് പറയുമ്പോൾ കോച്ചിങ്ങിൻ്റെ ഒരു ത്രഷോൾഡ് എത്തിയിട്ട് പിന്നെ അങ്ങോട്ട് അഴിച്ചിട്ട പോലെ. അതായത് ഇത്രയും സ്ട്രെസ് വരുന്നില്ല. ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ചില്ലാണ്. നമ്മൾ ഇത്രയും വർക്ക് ലോഡ് ഇല്ല, ഇത്രയും പഠിക്കേണ്ടി വരുന്നില്ല. മാത്രമല്ല ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, കോമ്പറ്റീഷൻസ് ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ലൈഫിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തുക. നമ്മൾ വേറെ ഒരുപാട് ലൈഫ് സ്കിൽസ് പഠിക്കേണ്ടി വരും, മറ്റ് കഴിവുകൾ ഡെവലപ്പ് ഒക്കെ ചെയ്യാനുള്ള ടൈമാണ്. നമ്മളവിടെ എത്തി കഴിയുമ്പോൾ വെച്ചാൽ ആക്ച്വലി എല്ലാ മേഖലയിലും കഴിവുള്ളവരുണ്ട്. നമ്മൾ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരുപാട്, ഇപ്പം ആർട്സ് ആയാലും മ്യൂസിക് ആയാലും ഇപ്പം സ്പോർട്സ് ആയാലും പിന്നെ ഓണ്ടർപ്രണർഷിപ്പ്, മാനേജ്മെന്റ്, അങ്ങനെ എല്ലാ തലങ്ങളിലും എല്ലാ മേഖലയിലും ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ IIT പോലുള്ള കോളേജുകളിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഏത് കഴിവ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. ഓക്കെ, അക്കാഡമിക്സ് മാത്രമല്ല, അക്കാഡമിക്സ് ഓഫ് കോഴ്സ് ഉണ്ട്, അതിന്റെ റിസർച്ച് പോകണമെങ്കിൽ അങ്ങനെ പോവാം, അങ്ങനെ പോകണ്ടെങ്കിൽ അങ്ങനെ പോവാം. പക്ഷേ ഇപ്പം വേറൊരു ഫീൽഡ് കഴിവുള്ള ആൾ, അല്ലെങ്കിൽ സ്പോർട്സിൽ കഴിവുള്ള ആൾ, അല്ലെങ്കിൽ മ്യൂസിക്കിൽ കഴിവുള്ള ആൾ, ഇപ്പം നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിച്ച പല വിദ്യാർത്ഥികൾ ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പം അവിടുത്തെ മ്യൂസിക് ക്ലബിൻ്റെ സെക്രട്ടറി ഇവിടെ പഠിച്ചിരുന്ന ഒരാളാണ്, മലയാളിയാണ്. അങ്ങനെ ഒരുപാട് പൊസിഷൻസ് പലരുമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് ആയിട്ട്. അപ്പം അവർക്കൊക്കെ അത് അവരുടെ ഇനിയുള്ള കരിയറിൽ അത് വലിയൊരു ഇതായിരിക്കും തീർച്ചയായിട്ടും. അപ്പം ഇപ്പം ബിസിനസ് വഴിയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഇപ്പം ഒരുപാട് കോമ്പറ്റീഷൻസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്ലബ്ബുകളുണ്ട്. മ്യൂസിക് ക്ലബ്ബ്, ഓണ്ടർപ്രണർഷിപ്പ് സെല്ല്, സസ്റ്റൈനബിലിറ്റി സെല്ല്, അങ്ങനെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്, ഡാൻസ് ക്ലബ്ബ്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് പാതയിൽ കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് ക്ലബ്ബ് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി സെല്ല്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സെല്ല് എന്ന് പറയുന്ന സാധനം ഓർഗനൈസ് ചെയ്യുന്ന കോമ്പറ്റീഷൻസിൽ നമുക്ക് പങ്കെടുക്കാം. നമുക്ക് എല്ലാ കോമ്പറ്റീഷൻസും എല്ലാവർക്കും ഓപ്പണാണ്. ഫ്രഷേഴ്സിനാണെങ്കിൽ ഒരുപാട് ഇത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കിട്ടാനുണ്ട്. അതെ, നമ്മൾ ആ വൈബിലേക്കാവും. അപ്പം അതിൽ നമുക്ക് ഞാൻ പങ്കെടുത്തായിരുന്നു, ENB ബസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഇതുപോലെ ഫ്രഷേഴ്സിന്റെ ടീമായിട്ട് പങ്കെടുക്കാം. അതിൽ പ്രൈസ് മണി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പ്രൈസ് മണി വിൻ ചെയ്യുന്നുള്ള കാര്യമല്ല, നമ്മൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പം നമുക്കതൊരു എക്സ്പീരിയൻസ് അല്ലേ തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ആ രീതിക്ക് കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ആൾക്ക് അതൊരു വലിയ എക്സ്പീരിയൻസാണ്. ഇപ്പം മ്യൂസിക് വഴി പോകണമെന്ന് ഉള്ള ആഗ്രഹമുള്ള ആളാണെങ്കിൽ അതിനുള്ളതുണ്ട്. അപ്പം മ്യൂസിക് ലേണിംഗ് സെഷൻസും അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ചിൽ ലൈഫാണ്, പിള്ളേരായിട്ട് കറങ്ങാൻ പോകുന്നു, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു പരിധിവരെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ജിതേന്ദ്രൻ അല്ല ഇപ്പം പറയാൻ പറ്റുമല്ലോ. മെന്റലി ഫിസിക്കലി ഒക്കെ സ്ട്രോങ് ആയി. അതെ, മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആയി. നമ്മൾ ആക്ച്വലി കഴിഞ്ഞ കൊല്ലം മറ്റെല്ലാ ഇതും അടച്ചു വെച്ച് സോഷ്യലൈസിങ് ഇല്ല, അത് വേണമെന്ന് വെച്ചിട്ട് ഓഫ് ആക്കിയിട്ടതാണ്. അത് വേണം, കാരണം ആക്ച്വലി ഇത് ഈ പീരീഡ് ഒന്ന് അതിജീവിച്ച് കഴിഞ്ഞാണ് പിന്നീട് അങ്ങോട്ട് ലൈഫ് സെറ്റിൽ ആവുന്നത്. സോ ഒരു ചെറിയ ഒരു നാളത്തേക്ക് നമ്മൾ സാക്രിഫൈസ് ചെയ്യാന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അത് കഴിഞ്ഞിട്ട് ഇത്ര നല്ലൊരു ജീവിതമാണെന്ന് ജീവിതത്തിൽ ഇപ്പോൾ പറഞ്ഞു തരും. അതെ, പിന്നെ വെച്ചാൽ നമുക്ക് പാൻ ഇന്ത്യൻ ഫ്രണ്ട്സായി, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുനിന്നും വിദ്യാർത്ഥികളുണ്ട്. അപ്പം നമ്മൾ പലതരം കൾച്ചറുകളായിട്ട് നമ്മൾ ഇടപഴകുന്നു. ഇത് ആക്ച്വലി ഇപ്പം നമ്മൾ മലയാളീസ് ആൻഡ് തമിഴ്നാട് ഇത്തിരി വേറിട്ടാണ് നിൽക്കുന്നത് ആക്ച്വലി. അതായത് ഇപ്പം കർണാടക, ആന്ധ്ര വരെയാണെങ്കിലും കുറെ കൂടെ നോർത്ത് ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഒരു ഇതുണ്ട്. നമുക്കാണ് ഇത്തിരി പ്രയാസം വരുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ജിതേന്ദ്രൻ അങ്ങോട്ട് ചെന്നു, മലയാളിയാണ് അല്ലെ, എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് ഹിന്ദി അറിയാമായിരുന്നോ? ഹിന്ദി ഞാൻ തിയറി മാത്രമേ പഠിച്ചിട്ടുള്ളൂ സ്കൂളിൽ പഠിച്ച 10 വരെ പഠിച്ച ഹിന്ദി മാത്രമേ, അങ്ങനെ പ്രോപ്പറായിട്ട് സംസാരിക്കാൻ അറിയില്ല അല്ലെ. അപ്പൊ അവിടെ ചെന്നു,
അത്യാവശ്യം നമുക്കൊക്കെ അറിയാവുന്ന കുറച്ച് വാക്കുകൾ മാത്രമേ അറിയാം. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് കുട്ടികളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നില്ല, ബട്ട് അവരുടെ ചിന്തയിലുണ്ട് ലാംഗ്വേജ് എങ്ങനെ മാനേജ് ചെയ്യും. കാരണം എങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ ഹിന്ദി എത്രത്തോളം നമുക്ക് മനസ്സിലാവും, ഹിന്ദിയിൽ എങ്ങനെ നമ്മൾ കുറച്ചാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതിനൊക്കെ എത്ര നാളുകളെടുക്കും നമ്മളൊന്ന് സെറ്റ് ആവാൻ എന്നുള്ളതൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഹിന്ദിയൊക്കെ പെട്ടെന്ന് പഠിച്ചെടുത്തതിനെ കുറിച്ച് ഇസ്കെ ബാരെ മേ ക്യാ ബതാ സക്താ ഹൈ? ആക്ച്വലി वो उतना दिक्कत नहीं होगा. അതായത് ഇപ്പം നമ്മൾ തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും. അതായത് ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ കേരളൈറ്റ്സും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഹിന്ദിയാണ് യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞ പോലെ +1 പഠിക്കും അല്ലെങ്കിൽ 10 വരെയൊക്കെ ഹിന്ദി പഠിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി യൂസ് വരുമ്പോഴാണല്ലോ അതിനൊരു തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റുന്നത്. അത് ലാംഗ്വേജ് പഠിക്കുന്നത് എപ്പോഴും യൂസ് ചെയ്തിട്ടാണല്ലോ. നമ്മൾ പഠിച്ചതുകൊണ്ടായില്ല, ഞാൻ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ച ആളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല ആക്ച്വലി. അപ്പം ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യം ഇതുപോലെ അതിൽ ബേസിക് സ്റ്റഫ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോഴും നമുക്ക് പ്രോപ്പർ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലായിരിക്കും. അപ്പം നമ്മൾ ആദ്യം പിന്നെ ഇംഗ്ലീഷ് അറിയാം എല്ലാവർക്കും. അതായത് സ്റ്റുഡൻസിനും പ്രൊഫസേഴ്സിനൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം, അത് വിഷയമില്ല. അപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെട്ടവരൊക്കെ പറയും എനിക്ക് ഹിന്ദി അത്ര ആവശ്യമില്ല, അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് പരിചയപ്പെടും. പിന്നെ നമ്മൾ ഇൻട്രാക്ഷൻ കൂടും. അതായത് അവിടുത്തെ കോമൺ ബോംബെയിൽ എന്ന് വെച്ചാൽ കോമൺ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അങ്ങനെ അറിഞ്ഞൂടാ. അതായത് ഓട്ടോക്കാർ, സെക്യൂരിറ്റി, അങ്ങനെ നാട്ടുകാർക്കൊന്നും ഇംഗ്ലീഷ് അറിഞ്ഞു. ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷൊക്കെ അറിയാം. നമ്മളത് അങ്ങനെ നിർബന്ധിതനാവും ഹിന്ദി പറയാനായിട്ട്. നമ്മൾ തന്നെ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എഫേർട്ട് എടുത്ത്. അപ്പോൾ പിന്നെ അങ്ങനെ ശീലിച്ചോളും. അപ്പം പതിയെ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇപ്പം ഫുൾ ഗ്രാമറും ചിലപ്പോൾ ശരിയായി കൊള്ളുന്നില്ല, എന്നാലും അതിജീവിക്കാൻ പറ്റും. അതെ കുഴപ്പമില്ലാണ്ട്. പിന്നെ നമ്മൾ 4 കൊല്ലം പഠിക്കുന്നുണ്ടല്ലോ, അപ്പോഴത്തേനും 1 കൊല്ലം കൊണ്ടൊക്കെ ഏകദേശം റെഡിയാവും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോൾ ഒരു മലയാളി അവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹിന്ദി പഠിച്ചോളും അല്ലേ? ഓക്കെ. അപ്പോൾ ജിതേന്ദ്ര ഇപ്പോൾ IIT ബോംബെയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത്? ഞാൻ മെക്കാനിക്കലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെക്കാനിക്കലൊക്കെ ആഗ്രഹിച്ച് IIT ബോംബെയിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ IITകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരോടൊക്കെ എന്താണ് ഒരു മെക്കാനിക്കലിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് IIT ബോംബെയിൽ? അതായത് ഇപ്പം ഞാൻ മെക്കാനിക്കൽ താല്പര്യം കൊണ്ട് എടുത്ത ആളാണ്. എൻ്റെ ഫസ്റ്റ് ചോയ്സ് ആയിരുന്നു IIT ബോംബെ മെക്കാനിക്കൽ. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുകയും ചെയ്തു. പലരും ഇത് പറഞ്ഞ പോലെ താല്പര്യം കൊണ്ട് എടുക്കത്തില്ല, മറ്റ് കരിയർ സാധ്യതകൾ നോക്കിയിട്ടായിരിക്കാം, വേറെ ആരുടെങ്കിലും പ്രഷർ കൊണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ പക്ഷെ അങ്ങനെ എടുത്തിട്ടില്ല, മെക്കാനിക്കൽ താല്പര്യം കൊണ്ട് എടുത്താണ്. IIT ബോംബെ മെക്കാനിക്കലിനെ പറ്റി പറയുകയാണെങ്കിൽ അതിപ്പം എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പം അവിടുത്തെ മെക്കാനിക്കൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയും കേരളത്തിലെ ഒരു കോളേജിലെ മെക്കാനിക്കൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി തമ്മിൽ ഭയങ്കര അന്തരം ഉണ്ടാവും. അവിടെ നമുക്ക് ഒരു വിദ്യാർത്ഥി കിട്ടുന്ന ഫെസിലിറ്റീസും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടിങ്കറിംഗ് ലാബ് ഉണ്ട് നമുക്ക് അവിടെ, മറ്റേ സോൾഡറിങ്, ഡ്രില്ലിങ്, അങ്ങനത്തെ ഐറ്റംസ്. ഓക്കെ, മെക്കാനിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റിലേറ്റഡ് നമുക്ക് എന്ത് വർക്ക് ചെയ്യണം 24/7 ഓപ്പണാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് നമുക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്ക് അവിടെ ലാബ് അസിസ്റ്റന്റിനെ കോൺടാക്ട് ചെയ്താൽ മതി. 24/7 ഓപ്പൺ ആയിരിക്കും, നമുക്ക് കയറി ചെന്ന് നമുക്ക് സ്വയം ചെയ്യാം. ഓക്കെ, അപ്പം അത്രയും ഓപ്പൺ ആണ് പരിപാടി. അങ്ങനെ ഒരുപാട് സാധ്യതകൾ നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയർ എല്ലാവരും കോമൺ കോഴ്സാണ് പഠിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയോ? അതെ, ഞങ്ങൾക്ക് മേക്കർ സ്പേസ് ഒരു കോഴ്സ് ഉണ്ട്. അതായത് ഇപ്പം അത് 3D സോഫ്റ്റ്വെയർ ആണ്, 3D മോഡലിംഗ് ആണ്. അപ്പം നമ്മൾ ആക്ച്വലി ഒരു ഡ്രോണിന്റെ ഒരു ജോയ്സ്റ്റിക് കൺട്രോളർ നമ്മൾ ഫ്യൂഷൻ എന്ന സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യും. ഫസ്റ്റ് ഇയർ ചെന്നിട്ടുള്ള കാര്യമാണ്. അതെ, ഫസ്റ്റ് ഇയർ പറയുന്നത് കേട്ടോ. ഓക്കെ, മേക്കർ സ്പേസ് നമ്മുടെ കോഴ്സിന്റെ ഫസ്റ്റ് കോഴ്സാണ്. അപ്പോൾ അതിന്റെ പ്രൊജക്റ്റ് ആണ് അതിന്റെ ഗ്രേഡിങ്, എക്സാം ഇല്ല. ഈ പ്രൊജക്ട് വെച്ചിട്ടാണ് ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രോണിന്റെ കൺട്രോളർ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യും. ഇതിന്റെ PCB ഇത് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത്, 6 പേര് ഗ്രൂപ്പ്. ഇതിന്റെ PCB നമ്മൾ ഒരു ECD എന്നുള്ള സൈറ്റിൽ അതിൽ ഡിസൈൻ ചെയ്യും. എന്നിട്ട് 3D പ്രിന്ററിൽ നമ്മൾ തന്നെ പ്രിന്റ് ചെയ്യും. ഈ കേസ് പ്രിന്റ് ചെയ്തിട്ട് PCB അസംബ്ലി, കണക്ഷൻസ് എല്ലാം, സോൾഡറിംഗ് ഉണ്ട്, ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ലാബിൽ പോയായിരുന്നു, അങ്ങനെ ചെയ്തായിരുന്നു. സ്വാഭാവികമായിട്ട് IIT-യിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കാരണം ജിതേന്ദ്ര ഇവിടുന്ന് കേട്ടറിഞ്ഞ IIT ബോംബെ ഉണ്ട്, ജിതേന്ദ്ര അവിടെ ചെന്ന് അനുഭവിച്ചറിയുന്ന IIT ബോംബെ ഉണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു ഡിഫറെൻ്റ് ആണ് അല്ലേ, കേട്ടതും അറിഞ്ഞതും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ജിതേന്ദ്രയ്ക്ക് പറയാനുള്ളത്? നമ്മൾ കേട്ടതെന്ന് പറയുമ്പം നമ്മൾ കേട്ടറിവ് മാത്രമേ ഉള്ളൂ മുന്നേ ആക്ച്വലി. അതായത് IITs ഭയങ്കര ഇന്ത്യയിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. അത് ശരിക്കും നമ്മൾ ചെന്ന് കഴിയുമ്പോഴേ നമുക്കത് കറക്റ്റ് ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഇവിടെ പഠിക്കുന്ന ടൈമിൽ അത് വളരെ ലാഘവത്തോടെ എടുക്കുമായിരിക്കും. നമ്മൾ ഉഴപ്പും
അത് ഇവര് ഉപദേശമല്ലേ വീണ്ടും വീണ്ടും പറയുന്നത് എന്ന രീതിക്ക് എടുക്കും. പക്ഷെ അവിടെ ചെന്ന് നമ്മളത് അനുഭവിക്കുമ്പോഴേ കറക്റ്റ് അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്ക് അറിയുള്ളൂ. കാരണം പറഞ്ഞതിനപ്പുറമാണ്. അതെ അതെ. കാരണം അവിടെ കിട്ടുന്ന ഒന്നാമത്തെ കാര്യം ഫെസിലിറ്റീസ് ആണ്. അവിടെ നല്ല ഫണ്ടിങ് വരുന്നുണ്ട്, ഗവൺമെന്റ് ഫണ്ടിങ് വരുന്നുണ്ട്, പിന്നെ അലുമിനീസ് നല്ല ഫണ്ട് വരുന്നുണ്ട്, സ്പോൺസർഷിപ്സ് വരുന്നുണ്ട്. അപ്പം ഇൻഫ്രാസ്ട്രക്ചറിന് കുറവൊന്നുമില്ല. അത്യാവശ്യം നല്ല നല്ല സ്പോർട്സ് ആയാലും ഇതിന്റെ ആയാലും റിസർച്ചിനായാലും നല്ല ഇത് വരുന്നുണ്ട്. നമ്മളിപ്പം അവിടുന്ന് വന്നിട്ട് നമ്മൾ നാട്ടിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കാണുമ്പോഴും നമുക്ക് കറക്റ്റ് ചേഞ്ച് അറിയാൻ പറ്റും. ഓക്കെ. അപ്പം പിന്നെ വേറൊരു കാര്യം പറയുന്നത് അവിടുത്തെ കരിക്കുലമാണ്. അതിപ്പം നമ്മുടെ നാട്ടിലെ പോലെ ലൈക്ക് ഇന്റേണൽ എക്സാംസ്, അസൈൻമെന്റ്സ്, അത്രയും വർക്ക് ലോഡ് ഇല്ല അവിടെ. ഇന്റേണൽ എക്സാം പോലത്തെ പരിപാടി ഇല്ല ആക്ച്വലി. നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് പോലെ, പിന്നെ എൻസം എക്സാം, പ്രൊജക്ട് വർക്ക്, ആക്ച്വലി വർക്ക് ലോഡ് ഭയങ്കര കുറവാണ്. നമ്മൾ പഠന രീതി വേറെയാണ്. നമുക്കിപ്പം എഴുത്ത് വളരെ കുറവാണ് ആക്ച്വലി. ഞാൻ ഒറ്റ ബുക്ക് കൊണ്ടാണ് ഒരു സെമസ്റ്റർ മൊത്തം കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് ഡിജിറ്റൽ ലേണിംഗ് ആണ് കൂടുതൽ. അതെ അതെ. അതായത് അവിടുത്തെ പ്രൊഫസേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ റിസർച്ച് റിസർച്ച് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ പുറത്ത് പോയി PhD എടുത്തവര്, ജർമ്മനി, USA അങ്ങനെ PhD എടുത്തവരൊക്കെ ആയിരിക്കും നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്. അപ്പോൾ അവരെന്ന് വെച്ചാൽ അവരെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം അതായത് വേറെ ആരെങ്കിലും എഴുതിയ ബുക്ക് നോക്കി പഠിപ്പിക്കുകയല്ല, അവർ തന്നെ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കും. അത് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ നമുക്ക് പഠിപ്പിക്കുന്നതിൽ അറിയാൻ പറ്റും. ഓക്കെ. പിന്നെ വെച്ചാൽ നമ്മുടെ ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഏറ്റവും പുതിയ എക്യുപ്മെന്റ്സ് ആണ്. ഇവർ തന്നെ ഇപ്പം കഴിഞ്ഞ കൊല്ലം 2023 നമ്മുടെ ഇൻട്രൊഡക്ടറി കോഴ്സ് കൊണ്ടുവന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരവരുടെ ഇപ്പോൾ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലിന്റെ ഇൻട്രൊഡക്ടറി കോഴ്സ് ഫസ്റ്റ് ഇയറിൽ അതാണ് പഠിക്കുന്നത്. ഫസ്റ്റ് സെമ്മിൽ ഒരു ഇൻട്രൊഡക്ടറി കോഴ്സ് ഉണ്ടാവും, സെക്കൻഡ് സെമ്മിൽ അടുത്ത ഇൻട്രൊഡക്ടറി കോഴ്സ്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ഇലക്ട്രിക്കലുകാർക്ക് ഇലക്ട്രിക്കലിന്റെ ഇൻട്രൊഡക്ടറി, CS ഇൻട്രൊഡക്ടറി. അങ്ങനെ നിരന്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ്. പിന്നെ ഏറ്റവും ടോപ്പ് നോച്ച് ഫെസിലിറ്റീസ് ആണ്. അതെ അതെ അല്ലേ. IIT ബോംബെയിലെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെരി ബ്രില്യൻറ്റ് അല്ലേ. അത്രയ്ക്ക് ഇപ്പം നമുക്കറിയാം ജിതേന്ദ്ര എല്ലാവരും അവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും അത്രമാത്രം സ്കിൽഡ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരുപാട് മലയാളികളുണ്ടല്ലോ അല്ലേ. അതിൽ ഭൂരിഭാഗവും എനിക്ക് തോന്നുന്നു 95% ബെർലിനിലെ വിദ്യാർത്ഥികളായിരുന്നു അല്ലേ. നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പരിചയപ്പെട്ടോ? ബ്രില്യൻസിനെയൊക്കെ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. സീനിയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് ഒക്കെ ഇവിടെ പഠിച്ചവരുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയേഴ്സിൽ പറഞ്ഞ പോലെ 90-95% ബ്രില്യൻ്റ് തന്നെയാണ്. ബാക്കിയുള്ളവർ പിന്നെ അവിടെ പോയിട്ട് പരിചയപ്പെട്ട ആൾക്കാരുണ്ട്. ഇനി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഒരു വിദ്യാർത്ഥികളുടെ ഒരു ബ്രില്യൻസ് അല്ലേ. ഇപ്പോൾ അതും അനുഭവിച്ചറിയാന്ന് പറഞ്ഞപ്പോൾ പല കൾച്ചർ എന്നൊക്കെ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ളൊരു സൗഹൃദമൊക്കെ എങ്ങനെ ബിൽഡ് ചെയ്യുന്നുണ്ട് യുവർ ക്യാരക്ടർ? അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കൊല്ലം ഈ പറഞ്ഞ പോലെ എല്ലാ ഇതും മടക്കി വെച്ചേക്കുമായിരുന്നു. സോഷ്യലൈസേഷൻ ഇല്ല, ആരോടും അങ്ങനെ സംസാരിക്കില്ല ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ തുടക്കം മുതലേ ഞാൻ എല്ലാവരുടെയും കമ്പനി ആയി തുടങ്ങി. നമുക്കങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല, എല്ലാവരുമായിട്ടും സംസാരിച്ച് കമ്പനി ആവുക. അപ്പം നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടും, പല ഡിപ്പാർട്ട്മെന്റുകാരെ, പല നാട്ടിൽ നിന്നുള്ളവരെ. നമ്മളിപ്പം ഇവിടെ മുതൽ ജമ്മു വരെ ആൾക്കാരുണ്ട്, അവിടെ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ഏകദേശം ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ പിന്നെ നമ്മൾ അവരായിട്ട് ഇടപെടുമല്ലോ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ അങ്ങ് വൈഡ് ആവുകയാണ്. അപ്പം നമ്മൾ പല ലൈഫ് സ്റ്റൈലായിട്ട് നമ്മൾ അറിയുന്നു, അവരുടെ ജീവിത സാഹചര്യങ്ങൾ. പിന്നെ പലരുടെ വീട്ടിൽ പോയി, അവിടെ മുംബൈ തന്നെ വീടുള്ളവരുണ്ട്. അപ്പൊ ഫ്രണ്ട്സിന്റെ പലരുടെ വീട്ടിലൊക്കെ പോയി അവരുടെ ജീവിതം കാര്യങ്ങളും വേറിട്ടൊരു ജീവിതമാണ്. ഇവിടുത്തെ പോലെ നല്ല വ്യത്യാസമുണ്ട്. നോർത്തിൽ എന്ന് പറയുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസും വേറെയാണ് അവരുടെ. അതെയാണ്. പിന്നെ അതെ, മുമ്പേ പറഞ്ഞ പോലെ ഈ ഒരു അവിടെ മറ്റു വേർതിരിവുകളൊന്നുമില്ല ആക്ച്വലി. അതായത് സൗത്തിൽ നിന്ന് വന്നാണ്, സൗത്തിലെ ആളാണ്, അങ്ങനെ വേർതിരിവുകളൊന്നുമില്ല. അതുപോലെ പ്രായ, ജെൻഡർ, റേസ് അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ പൊളിറ്റിക്സ് പ്രശ്നങ്ങളൊന്നുമില്ല ക്യാമ്പസിൽ. പിന്നെ സീനിയേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് അവിടെ ആന്റി റാഗിംഗ് പോളിസി ഉണ്ട്. അപ്പം അത് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. നമുക്ക് അങ്ങനെ റാഗിങ് കേസുകളുണ്ടെങ്കിൽ നമുക്ക് അപ്പം റിപ്പോർട്ട് ചെയ്യാം. അത് പിന്നെ സ്ട്രിക്റ്റ് ആക്ഷനാണ്. പക്ഷേ എന്താ വെച്ചാൽ അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഇല്ല ആക്ച്വലി. നമ്മൾ ഇന്ന റെസ്പെക്ട് സീനിയറിന് ഇങ്ങനെ ഇന്ന രീതിക്ക് കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ പല കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇവന്റ്സ് പരിപാടികൾ, അതിലൊക്കെ പങ്കെടുക്കുന്നതിലൂടെ നമ്മൾ അവരുടെ കണക്ഷൻ ബിൽഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അത് പ്രശ്നമില്ല. നമ്മൾ ഈ ഒരു ഇയർ എൻഡ് ഒക്കെ ആകുമ്പോഴത്തേനും സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും കുറെ നമ്മൾ കമ്പനി ആയി കാണും. അത് പ്രശ്നമില്ല. ഇപ്പം ജിതേന്ദ്ര വളരെ എന്താ പറയുക, നല്ലൊരു ലക്ഷ്യം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു കേട്ടോ. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, IIT ബോംബെയിലെത്തും എന്നുള്ളൊരു സ്വപ്നം ആദ്യം മനസ്സിൽ രൂപം കൊള്ളുന്നു. അവിടെ നിന്ന് സ്വപ്നം ഒരുപാട് വൈഡാണ്. ഇനിയും മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളൊരു മിടുക്കനാണ്, വിദ്യാർത്ഥിയാണ് ജിതേന്ദ്ര എന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ജിതേന്ദ്രൻ നേരത്തെ പറഞ്ഞ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ജസ്റ്റ് ബ്രില്യൻറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തപ്പോൾ പറഞ്ഞു കുറച്ച് എനിക്ക് സോഷ്യലാവാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം
കുറച്ച് പഠിക്കുന്ന ലോകത്ത് മാത്രമായിട്ടൊന്ന് ഇരുന്ന് പോകേണ്ട ഒരു സമയമുണ്ടായിരുന്നു ബ്രില്യൻറ്റിൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻജോയ് ചെയ്യുമല്ലേ. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് അനുഗ്രഹമായിട്ടല്ലേ ഇപ്പം മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ബ്രില്യൻറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു നാളിനെ കുറിച്ച് ശരിക്കും താങ്ക്ഫുൾ ആയിരിക്കും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിപ്പം പറഞ്ഞു തുടങ്ങാം. അതായത് ഈ പഠിക്കുന്ന ടൈമിൽ ഞാനിപ്പം ഫസ്റ്റ് ഒരു 2-3 months അതായത് ഭയങ്കര ലൈക്ക് വെരി ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അതായത് മറ്റ് റൂമിൽ നിന്ന് പുറത്തു പോലെ ഇറങ്ങാറില്ല. ഓക്കെ, അത് ഹോസ്റ്റൽ വാർഡൻ സാറിന് അറിയാം. ഇപ്പം ആരെങ്കിലും സംസാരിക്കാനായിട്ട് റൂമിലോട്ട് കയറി വന്നാൽ തന്നെ ഞാൻ ലൈക്ക് പിണക്കി തിരിച്ചയക്കും. എനിക്കറിയാം ഞാൻ അങ്ങനെ ഒരാളല്ല, ബട്ട് അത് അങ്ങനെ ചെയ്താലല്ലേ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. പലർക്കും ചില വിമുഖതയൊക്കെ ഉണ്ടായി കാണും. അപ്പം അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ കൺസേൺ ഉള്ളതുകൊണ്ട് അതുപോലെ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ 5 മാസം കൊണ്ട് സിലബസ് മൊത്തം കവർ ചെയ്യണം. അപ്പോൾ അങ്ങനെ. പക്ഷേ സ്ട്രെസ് എന്ന് പറയുമ്പം സ്ട്രെസ് എന്ന് പറയാനായിട്ടില്ല. കാരണം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പം അവർക്ക് നേരത്തെ കോച്ചിങ് തുടങ്ങുന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അവിടെ എന്ന് വെച്ചാൽ നമ്മളിവിടെ വിചാരിക്കുന്ന പോലെയല്ല, ഈ കോമ്പറ്റീഷൻ ലെവൽ ഭയങ്കര ഹൈ ആണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കോമ്പറ്റീഷൻ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഇവിടുന്ന് നോർത്തിലോട്ട് പോയാൽ അവർ ഒരുപാട് ഒന്നാമത്തെ കോച്ചിങ് സെന്ററുകൾ തമ്മിലെ കോമ്പറ്റീഷനാണ്. ഓക്കെ, അത് വലിയ ബിസിനസ്സാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ പിള്ളേർ തമ്മിൽ നല്ല കോമ്പറ്റീഷൻ നടക്കുന്നത്. നമ്മൾ ഇവിടെ അത്രയും ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആക്ച്വൽ പുറത്ത് നടക്കുന്ന കാര്യം നമ്മൾ അറിയാതെ പറയുന്നത്. ഇവിടെ നമ്മൾ എത്രത്തോളം പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് ആക്ച്വലി. ഇപ്പം നമ്മൾ പല സൂയിസൈഡ് കേസുകൾ പോലെയൊക്കെ നമ്മൾ നോർത്തിൽ നിന്ന് കേൾക്കുന്ന നമ്മൾ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം അത്രയും നല്ല അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടെന്നുള്ളതാണല്ലോ അതിന് കാരണം. തീർച്ചയായിട്ടും അല്ലേ. അപ്പം അത് സ്ട്രെസ് ഒന്നും ഇല്ലാതെ മാനേജ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തന്നെ നമുക്ക് വേണ്ടി മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ബില്ലിൽ തന്നായിരുന്നു. അതായത് ഇടയ്ക്ക് ഒരു 2 month 3 month ഇടവിട്ട് നമുക്ക് ടോക്കുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ തരും. അപ്പം അതൊക്കെ ഇതിൽ ആക്ച്വലി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ ഇത് ലക്ഷ്യത്തിലെത്താൻ നമ്മൾ മെന്റലി നമ്മൾ ഓക്കെ ആയിരിക്കണമല്ലോ ഈ ഒരു ത്രൂ ഔട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വലിയ വിജയത്തിലേക്ക് എത്താൻ ബ്രില്യൻ്റ് ഒരു ഭാഗമായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ബ്രില്യൻറ്റിനൊപ്പം നിന്ന് ജിതേന്ദ്ര ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ച ബ്രില്യൻറ്റിലെ കുറച്ച് ആളുകളുണ്ട്. അവരെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആഗ്രഹിച്ചിടത്ത് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കോർഡിനേറ്റേഴ്സും ക്ലാസ് ടീച്ചേഴ്സും ഇവരുടെയൊക്കെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് സ്വപ്നം കാണുന്നത്. അതെ, അങ്ങനെ. അപ്പം നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ബിനിൽ സാറ്, ബിനോയ് സാറ് ആണ് IIT ബാച്ചിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് കഴിഞ്ഞോണ്ടായിരുന്നു. ഇപ്രാവശ്യം അവർ തന്നെയാണ്. അവർ ശരിക്കും ഇതിനു വേണ്ടി ഇടുന്ന എഫേർട്ട് നമ്മൾ അറിയുന്നില്ല. അവരാണ് ബാക്ക് എൻഡിൽ നിന്ന് ഇതിനു വേണ്ട എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രില്യൻറ്റിൻ്റെ നെടുന്തൂണായിട്ടുള്ള ഡയറക്ടേഴ്സ് സന്തോഷ് സാറ്, സ്റ്റീഫൻ സാറ്, ജോർജ് സാറ്, സെബാസ്റ്റ്യൻ സാറ്. അപ്പോൾ അവർ പണ്ട് കണ്ട സ്വപ്നത്തിൻ്റെ ഒരു ഇതാണല്ലോ ഇപ്പം ഇങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഡ്രീമിനെ അച്ചീവ് ചെയ്ത് കൊടുക്കുന്ന വലിയൊരു സ്ഥാപനം. സന്തോഷ് സാറായിരുന്നു ഞങ്ങളുടെ ജെഇയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ നിന്ന്. അതുപോലെ പറഞ്ഞ പോലെ കോർഡിനേറ്റേഴ്സ്, അതുപോലെ ബിനോയ് സാറ്, ബിനിൽ സാറ്. ഞാനൊക്കെ ആക്ച്വലി നടന്ന സംഭവമാണ്. ആക്ച്വലി ചില പോർഷൻസ് മനസ്സിലാവാതെ പോയി ബിനിൽ സാറിൻ്റെ അടുത്ത് പോയി കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ സാറ് ഇപ്പോൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ വളരെ സപ്പോർട്ടീവാണ്. അതെ, ആ ഒരു സമയത്തൊക്കെ ചേർത്ത് പിടിക്കുന്നത് വലിയ കാര്യമാണ് ബിനിൽ സാറൊക്കെ. പിന്നെ അതുപോലെ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് അരുൺ സാറ് നമ്മുടെ മെയിൻ വാർഡനായിരുന്നു. ആകാശ് സാറ്, ആൽബിൻ സാറ്, അവരുണ്ടാവും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ സ്റ്റുഡൻസ് ഓഫ് കോഴ്സ് നമ്മുടെ കൂടെ നിന്ന്, അതായത് നമ്മളോട് ഡൗട്ട് ചോദിക്കുന്നു, നമ്മളിൽ നിന്നും അവരും നമ്മളവരിൽ നിന്നും അറിവുകൾ പകരുന്നു. ഇപ്പോൾ ജെയ്മെയിൻ 2025 അല്ലെങ്കിൽ ജി അഡ്വാൻസ്ഡ് 2025 അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ജിതേന്ദ്ര എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ്. ഒരു പഠനത്തെ എങ്ങനെ ക്രമീകരിച്ചു എന്നുള്ളത് വലിയൊരു പോയിന്റ് അല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു ലാസ്റ്റ് ടൈമിലേക്ക് എത്തുമ്പോൾ. അത് എങ്ങനെയായിരുന്നു ഈ ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനൊക്കെ എങ്ങനെയായിരുന്നു ജിതേന്ദ്രയുടെ? ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ അതായത് ഇപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ 5 months നമുക്ക് തിയറി ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ നമ്മൾ തിയറി പഠിക്കുക, അതിന് PYQs ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതായത് തിയറി ഫുൾ തെറവാക്കും. ഇപ്പം ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ നല്ലോണം തിയറി വായിക്കേണ്ട ആവശ്യമുണ്ട്. മാത്സ് ആണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ വരുന്നതിന് ഏകദേശം എല്ലാം തിയറി ക്യാച്ച് ചെയ്യാൻ പറ്റും. ഫിസിക്സും കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിയറി ഒരുപാട് എക്സ്ട്രാ വായിക്കേണ്ടി, ലൈക്ക് ഹോസ്റ്റലിൽ വന്നതിന് ശേഷം വായിക്കേണ്ടി വരും. അതിനുശേഷം വർക്ക് ബുക്ക് ചെയ്യുക. വർക്ക് ബുക്ക് ഫുള്ള് ചെയ്യണമെന്ന് പറയുന്നില്ല, നല്ല ടഫ്. ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ടഫായിട്ട് തോന്നിയിരുന്ന ചാപ്റ്റേഴ്സ് വർക്ക് ബുക്ക് ചെയ്യും, എന്നിട്ട് PYQലോട്ട് കിടക്കും. ഈസി ആയിട്ട് തോന്നിയിരുന്നത് നേരെ PYQലോട്ട് കിടക്കും. PYQ ഫുൾ കംപ്ലീറ്റ് ചെയ്യത്തില്ല, ഒരു 60 to 70% നമുക്ക് ഏകദേശം കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയി നമുക്ക് തോന്നുമ്പോൾ നിർത്തും, അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കും. അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ എന്ന് പറയുമ്പം യൂണിറ്റ് വൈസ് എക്സാംസ് വരും, ഓൾ ടോപ്പിക് എക്സാംസ് വരും. അതിന് ബില്ലിൻ്റെ തന്നെ ഒരു ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന ദിവസം ഇത്ര ചാപ്റ്റേഴ്സ്, പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് അടുത്ത, അങ്ങനെ. അപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ റിവൈസ് ചെയ്താൽ മതി. ലൈക്ക് തിയറി ഒന്നുകൂടി റിവൈസ് ചെയ്യുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കുക. പിന്നെ എക്സ്ട്രാ മെറ്റീരിയൽസ്
ലൈക്ക് ജെഇ മെയിൻ പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോൾ റെഫർ ചെയ്യേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഇപ്പോൾ ജെഇ മെയിൻസ് വരെ നമുക്ക് പക്ക NCERT അതുപോലെ ക്ലാസ്സിൽ നിന്ന് തരുന്ന നോട്ട്സ്, അവർ തരുന്ന നോട്ട്സിൽ NCERT പുറത്ത് കുറച്ചുണ്ടാവും, അത്രയും മതി. അതിലും കൂടുതൽ മെറ്റീരിയൽ നമുക്ക് ആവശ്യമില്ല ജെഇ മെയിൻസിന്. അപ്പോൾ തീർച്ചയായിട്ടും ജെഇ അഡ്വാൻസ്ഡിലേക്ക് കൂടെ എത്തുകയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വേ ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അഡ്വാൻസ് എന്ന് പറയുമ്പം നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ്റെ രീതി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി ഇപ്പം ജെഇ മെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇക്വേഷൻ നമുക്ക് പഠിച്ചിട്ട് പോയാൽ അത് വെച്ച് ഡയറക്റ്റ് പ്രോബ്ലം വരും, ചെയ്താൽ കിട്ടും. അങ്ങനെ ഒരു ക്വസ്റ്റൻ ഒരിക്കലും അഡ്വാൻസ്ഡ് വരില്ല. അപ്പോൾ നമ്മൾ ലൈക്ക് വെരി കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ തുടക്കം മുതലേ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള രീതി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല ജെഇ മെയിന് മുന്നേ. അപ്പോൾ ഇതിന് ശേഷം എന്ന് പറയുമ്പം നമുക്ക് റിവിഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് ഇവിടെ, അതുപോലെ റിവിഷൻ മെറ്റീരിയൽ തരുന്നുണ്ട്. കുറച്ചും കൂടി തിയറി നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും അഡ്വാൻസ്ഡായിട്ട്. അപ്പം കെമിസ്ട്രി പോലുള്ള പോർഷൻസ് തിയറി കുറച്ച് എക്സ്ട്രാ വരും. ഫിസിക്സ് ആയാലും കുറച്ച് കോൺസെപ്റ്റ്സ്, മാത്സ് ആയാലും കുറച്ച് കോൺസെപ്റ്റ്സ് അധികം വരും. അപ്പം ആക്ച്വലി ഒരു റിപ്പീറ്റഡ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രാ ബുക്സ് റെഫർ ചെയ്യുന്നത് ഇത്തിരി ഹെക്റ്റിക്കാണ്. സാധ്യമാണെങ്കിൽ നല്ലത്. ഓക്കെ, അതിപ്പോൾ നമ്മളിപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി പോലുള്ള ചാപ്റ്റേഴ്സൊക്കെ ഇതൊക്കെ എക്സ്ട്രാ ബുക്സ് എടുക്കാൻ പോയാൽ നമ്മൾ ആ വഴിക്ക് അങ്ങ് പോകും. പിന്നെ അന്നേരം അത് ടൈം കൺസ്യൂമിംഗ് ആണ് വളരെ. അപ്പോൾ ആക്ച്വലി വേണ്ട റിസോഴ്സസ് ബ്രില്യൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ റിവിഷൻ മെറ്റീരിയൽ കുറച്ച് എക്സ്ട്രാ തിയറി കാണും, അത് റെഫർ ചെയ്യുക. റിവിഷൻ ക്ലാസ്സുകൾക്ക് പോവുക. ഓക്കെ, പിന്നെ എക്സാംസ് നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് വേറെ കാര്യം. ഇതിന് ശേഷം എക്സാംസ് ഇടുന്നതാണ്. അതിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നവരുടെ പുതിയ കോൺസെപ്റ്റ്സ് പഠിക്കും. അത് 3 സബ്ജക്റ്റിലും ഒരുപോലെ പുതിയ കോൺസെപ്റ്റ്സ് പഠിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് എക്സ്ട്രാ തിയറി പഠിക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ സമയം ഒട്ടും വേസ്റ്റ് ആക്കരുതെന്നല്ല. പിന്നെ ഫസ്റ്റ് ജെഇ കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് കൂളാവും. അങ്ങനെ ആയി പോകാതിരിക്കുക. അതേ ട്രാക്കിൽ അതേ പേസിൽ ഇങ്ങനെ പോവാം. അഡ്വാൻസ് കഴിയുന്നിടം വരെ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫീൽ എപ്പോഴും ഉണ്ടായിരുന്നു അല്ലേ? പഠിക്കണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും കൊടുക്കണം. ഒരിക്കലും നമ്മൾ അത് കഴിയുന്നിടം വരെ മൈൻഡിൽ നിന്നും ഔട്ട് ആവാൻ പാടില്ല. പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ ബ്രില്യൻ്റ് ഇടുന്ന പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുന്നേ, ബ്രില്യൻ്റ് ഇടുന്ന എക്സാംസിനേക്കാളും സിമ്പിളായിട്ടാണ് ആക്ച്വൽ എക്സാം വരിക. അത് ജെഇ മെയിൻ ആയാലും അഡ്വാൻസ്ഡ് ആയാലും എല്ലാ എൻട്രൻസ് എക്സാംസും അങ്ങനെ വരുന്നത്. അത് നമ്മളെ ആ രീതിക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ ആക്ച്വൽ എക്സാം വരുമ്പോൾ അത് സിമ്പിൾ ആവുമല്ലോ. അതിപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വാൻസ്ഡ് അതുപോലെ അത്യാവശ്യം സിമ്പിൾ ആയിരുന്നായിട്ട് എനിക്ക് തോന്നിയത്. അതിന് മുന്നത്തെ ഇയറിനേക്കാളും സിമ്പിളായിട്ടാണ് തോന്നിയത്. അത്രയും പ്രിപ്പയർഡ് ആയിട്ടുള്ളതുകൊണ്ടായിരിക്കാം. തീർച്ചയായും. ഇപ്പോൾ ജിതേന്ദ്ര പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളൊക്കെ അത്യാവശ്യം ബ്രില്യൻറ്റിൻ്റെ എക്സാമുകളൊക്കെ എഴുതി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ജെഇ അഡ്വാൻസ്ഡിനെയും ജെഇ മെയിനെയൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികളോട്, അല്ലെങ്കിൽ അടുത്ത വർഷം ജിതേന്ദ്രയുടെയൊക്കെ ജൂനിയറായിട്ട് വരാൻ പോകുന്ന വിദ്യാർത്ഥികളോടൊക്കെ ആയിട്ട് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയേക്കുന്നത്. അതായത് നമ്മളിപ്പം കേരളത്തിൽ നിന്ന് ജെഇ റിസൾട്ട് ഇതിലൊരു 99.9% ബ്രില്യൻ്റ് തന്നെ വരുന്നത്. കാരണം ഇപ്പം പുറത്തെയുള്ള കോച്ചിങ് സെൻറ്റർ പോലെയല്ല ഇപ്പം കേരളത്തിൽ നിന്ന് ലൈക്ക് മറ്റ് സെൻറ്ററുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് റിസൾട്ട് അധികം കാണുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയേക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിസോഴ്സസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ബാക്കിയുള്ള നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും, നിങ്ങൾ ഇടുന്ന എഫേർട്ട് അനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഇതല്ലാതെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ഒരുപാട് എൻട്രൻസ് എക്സാംസ് വരുന്നുണ്ട്. ജെഇ മെയിൻസ്, അഡ്വാൻസ്ഡ്, ബിറ്റ്സാറ്റ്, ഐസർ തുടങ്ങിയ ഒരുപാട് എക്സാംസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ എക്സാംസും എഴുതുക. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് മുന്നിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. മാക്സിമം എഫേർട്ടിടെ മാക്സിമം ട്രൈ ചെയ്യുക. ഇതിനകത്ത് ഇപ്പം നമുക്ക് വളരെ ആഗ്രഹിച്ചിരുന്ന സാധനം കിട്ടില്ല എന്ന് വെച്ചാൽ ഡെസ്പ് ആവരുത്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് മുന്നിലുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന എല്ലാ എക്സാംസും എഴുതാനിരിക്കുന്ന, പ്രത്യേകിച്ച് ജെഇ മെയിൻസ് 2025 ഇപ്പോൾ വരുവാണ്. ഇതെല്ലാം അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വക ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ജിതേന്ദ്രയുടെ വാക്കുകൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഇതേ ഒരു ടൈം പീരീഡിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. അപ്പോൾ പഠനത്തെ എങ്ങനെ സെറ്റ് ചെയ്തു, ഡ്രീം എങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ജിതേന്ദ്രൻ നമ്മളോട് പറഞ്ഞപ്പം തീർച്ചയായിട്ടും നമ്മളെക്കൊണ്ടും അത് പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് ജിതേന്ദ്ര. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും, തുടർന്നുള്ള ജീവിതത്തിലും വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.